ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഊന്നിയ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് 75 വർഷം പൂർത്തിയാകുന്നുവെന്ന പ്രത്യേകതയോടെ ഭാരതം 76ാമത് റിപ്പബ്ലിക് ദിനം 75ാമത് വാർഷികം ആചരിച്ചു. രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വിജയ് ചൗക്കിൽ നടന്ന ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങോടെ സമാപനം കുറിച്ചു. ലോകത്തിലെ ഏറ്റവും വർണ്ണാഭമായ സംഗീത വിരുന്നുകളിലൊന്നാണ് ഇന്ത്യയുടെ ബീറ്റിംഗ് റീട്രീറ്റ്. 30ഓളം ഇന്ത്യൻ ഗാനങ്ങളാണ് സേനാംഗങ്ങൾ സമാപന പരിപാടിയിൽ അവതരിപ്പിച്ചത്. 76ാമത് റിപ്പബ്ലിക്കൻ ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ ആണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. ഇടുക്കി കോഴിമല കേന്ദ്രമായ മണ്ണാൻ ഗോത്ര സമൂഹത്തിലെ രാജാവാണ്. റിപ്പബ്ലിക് ദിനത്തിൽ തിരുവനന്തപുരത്ത് വിവിധ സേനാ വിഭാഗങ്ങളിൽ നടന്ന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചത് പൂനം ഗുപ്തയാണ്. ഇനി റിപ്പബ്ലിക് ദിന ടാബ്ലോകൾ നോക്കാം. ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയം അടിസ്ഥാനമാക്കിയാണ് നിശ്ചല ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ വർഷത്തെ നിശ്ചല ചിത്രങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നതാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിലും ഭരണഘടനയുടെ തിളങ്ങുന്ന 75 വർഷങ്ങൾ പ്രമേയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരേഡിന്റെ ഭാഗമായുള്ള നിശ്ചല ദൃശ്യങ്ങളിൽ 2 എണ്ണം ഭരണഘടനയുടെ 75 വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കുംഭമേള പശ്ചാത്തലത്തിലുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോയാണ് 1ാം സ്ഥാനം നേടിയത്. 2ാം സ്ഥാനം നേടിയത് ത്രിപുരയാണ്. അവരുടെ വിഷയം പൈതൃകവും വികസനവും എന്നതായിരുന്നു. ഇനി 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ് അവർ ടാബ്ലോയിലൂടെ അവതരിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 16 ടാബ്ലോകളായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നത്. ഇതിനു പുറമെ വിവിധ മന്ത്രാലയങ്ങളും തങ്ങളുടെ നിശ്ചല ചിത്രങ്ങൾ അവതരിപ്പിച്ചു. കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോകളിൽ 1ാം സ്ഥാനം നേടിയത് പട്ടികവർഗ മന്ത്രാലയമാണ്. സായുധ സേനാ വിഭാഗങ്ങളിൽ ജമ്മു കാശ്മീർ റൈഫിൾസും കരസേനാ വിഭാഗത്തിൽ ഡൽഹി പോലീസും മികച്ച മാർച്ചിംഗ് ടീമുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു. മൈ ഗവ് പോർട്ടലിൽ ഇഷ്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്കും അവസരമൊരുക്കിയിരുന്നു. ഇതിൽ 1ാം സ്ഥാനം നേടിയത് ഗുജറാത്തിൻ്റെ ടാബ്ലോയാണ്. 2ാം സ്ഥാനം ഉത്തർപ്രദേശ്. 3ാം സ്ഥാനം ഉത്തരാഖണ്ഡ്. ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ ടാബ്ലോയ്ക്കാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിൻ്റെ മാതച്ചെ ഗാവ് തേൻ ഗ്രാമം പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള 352 അംഗ ബാൻഡ് സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ച തദ്ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലസ്റ്റിക് മിസൈൽ പ്രളയ് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള പരമ്പരാഗത ആക്രമണങ്ങൾക്കായി ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ആദ്യത്തെ ബാലസ്റ്റിക് മിസൈലാണ് പ്രളയ്. റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരിശീലനത്തിനിടെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്തതിൻ്റെ റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘമാണ് ഡെയർ ഡെവിൾസ്. 7 ബൈക്കുകളിൽ 40 കരസേന അംഗങ്ങൾ 20.4 അടി ഉയരത്തിൽ അണിനിരന്നതായിരുന്നു യാത്ര. ദേശീയ പതാക കൈയിലേന്തി ന്യൂഡൽഹി വിജയ് ചൗക്ക് മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള 2 കിലോമീറ്റർ ദൂരം ആ സംഘം പിന്നിട്ടു. ഗിന്നസ് ബുക്ക്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിലെല്ലാം ഇതിലൂടെ അവർ നേട്ടം രേഖപ്പെടുത്തി. ഡെയർ ഡെവിൾ സംഘം രൂപീകരിച്ചത് 1935 റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര.
രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ GI ടാഗ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോച്ചംപള്ളി ഇക്കത്തി എന്ന പ്രത്യേക തുണി ഉപയോഗിച്ചുള്ള പെൻസിൽ പൗച്ച്. തെലങ്കാനയിലെ പ്രത്യേക തുണി അതിൻ്റെ ജ്യാമിതീയ രൂപങ്ങളും തെളിഞ്ഞ നിറങ്ങളും കൊണ്ടാണ് പ്രശസ്തം. എത്തിക്കൊപ്പാക്ക കളിപ്പാട്ടങ്ങൾ. ആന്ധ്രാപ്രദേശിലെ എത്തിക്കൊപ്പാക്ക എന്ന ഗ്രാമത്തിൽ നിന്നുള്ള മൃദുവായ മരം കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളാണിവ. ഇവ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നു. സാധാരണ ജീവിതത്തിൻ്റെ രംഗങ്ങളാണ് ഇതിലൂടെ ചിത്രീകരിക്കുന്നത്. കലംകാരി ബാംബു ബോക്സ്. ഈ സമ്മാനപ്പെട്ടി കലംകാരി ആലേഖനങ്ങളാൽ അലങ്കരിച്ച ബാംബു ബോക്സിലാണ് വരിക. ഇതിൻ്റെ ഡിസൈനുകൾ പ്രകൃതിദത്ത നിറങ്ങളാൽ വരച്ചവയാണ്. കാഞ്ചീപുരം സിൽക്ക് പൗച്ച്. തമിഴ്നാട്ടിൽ പ്രശസ്തമായ കാഞ്ചീപുരം സിൽക്ക് അതിൻ്റെ സമ്പത്ത്, ഭംഗി എന്നിവ കൊണ്ട് അറിയപ്പെടുന്നതാണ്. റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൽ നിന്നും ടാബ്ലോകൾ ഉൾപ്പെട്ടിട്ടില്ല. റിപ്പബ്ലിക് ദിനത്തിൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരേഡിൽ സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 10,000 പ്രത്യേക അതിഥികളിൽ കേരളത്തിൽ നിന്നുള്ള 22 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ, കൊല്ലത്ത് നിന്നുള്ള വൈക്കോൽ കൊണ്ട് ചിത്രം രചിക്കുന്ന B. രാധാകൃഷ്ണപിള്ള, എറണാകുളത്ത് നിന്നുള്ള ശശിധരൻ PA എന്നിവരാണ് സ്വർണ്ണഭാരതത്തിൻ്റെ ശില്പികളിൽ പ്രമുഖർ. കേരള സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗങ്ങളുടെ പട്ടികയിൽ പ്രൈം മിനിസ്റ്റർ യശസ്വി പദ്ധതിയുടെ കീഴിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 13 പേർ, തുണിത്തരങ്ങൾ കരകൗശലം വിഭാഗങ്ങളിൽ നിന്ന് 3 വ്യക്തികൾ, കൂടാതെ വനിതാ ശിശുവികസന വിഭാഗത്തിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 6 പേർ എന്നിങ്ങനെ ഇതിലുൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 76ാമത് റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു എക്സാമിന് ഈ 76ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം.